ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല രാവിലെയും ദൈവപാദപീഠത്തോടടുത്ത് വരുവാൻ, തിരുവചനം ചിന്തിക്കുവാൻ ദൈവം തന്ന അവസരത്തെ വിലയേറിയ ഭാഗ്യമായി കരുതുന്നു. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 37-ാം വാക്യം വായിക്കുന്നു. 1 ശമൂവേൽ 17:37. ദാവീദ് പിന്നെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് ഇടപെടട്ടെ. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം ബൈബിളുമായി പരിചയമുള്ള ഏവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് മുഴുവൻ പശ്ചാത്തലങ്ങളും ഞാൻ പറയുവാൻ നിൽക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഇതിനകത്തുള്ള 1-2 ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് ഏലാം താഴ്വരയിൽ നിന്ന് ദൈവജനമായി ഇസ്രയേൽ ജനത്തിന് നേരെ വെല്ലുവിളിക്കുന്ന ഫെലിസ്തീയ ശത്രുവായ ഗോലിയാത്ത്, ഈ ഗോലിയാത്തിൻ്റെ ശബ്ദത്തിൻ്റെയും കരയെടുപ്പിൻ്റെയും വെല്ലുവിളിയുടെയും ഒക്കെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ നാളുകൾ കൊണ്ട് പരാജയപ്പെട്ടോടുന്ന അഥവാ ഭയപ്പെട്ടോടുന്ന ഇസ്രായേൽ സൈന്യം വളരെ യാദർച്ഛികമായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചേരുന്ന ദാവീദ് ഇസ്രായേൽ ജനത്തെ നിന്ദിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ശബ്ദം ദാവീദിൻ്റെ കാതുകളിൽ വീണപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കേണ്ടതിന് ധൈര്യം കാണിച്ച ദാവീദ്, ഈ ദാവീദ് ഇസ്രായേൽ രാജാവായ ശൗലുമായി സംസാരിക്കുമ്പോൾ ദാവീദിനെ ധൈര്യപ്പെടുത്താതെ അഥവാ പ്രോത്സാഹിപ്പിക്കാതെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി, ഏതാണോ ചെയ്യുന്നതിന് വേണ്ടി ദാവീദ് സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി രാജാവ് ഉൾപ്പെടെ ശ്രമിച്ചു. സ്വന്തം സഹോദരനെ ഓടിക്കുവാൻ ശ്രമിച്ചു, പറഞ്ഞു വിടുവാൻ ശ്രമിച്ചു. അതിനേക്കാളുപരി രാജാവ് തന്നെ അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ കണ്ടിട്ട് ഇതിനൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ദാവീദ് പിന്നെയും ശൗൽ രാജാവിനോട് പറയുന്ന വാക്കുകളാണ് 37-ാം വാക്യത്തിനകത്ത് ഈ രാവിലെ നമ്മൾ വായിച്ചത്. പ്രിയരെ, ദാവീദ് പ്രാർത്ഥിക്കുന്നവരുടെയും ദൈവജനത്തിൻ്റെയും പ്രതിനിധിയായിട്ട് ഈ തിരുവചനത്തിനകത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്ന് രാവിലെ ഗോലിയാത്തിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ മുൻപിൽ ഒരു പക്ഷേ ഇല്ലായിരിക്കാം. എന്നാൽ പിശാചും സാഹചര്യങ്ങളുമൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് നാളുകൾ കൊണ്ട് വെല്ലുവിളിക്കുന്ന, ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, ആയുധവുമേന്തി നിൽക്കുവാൻ ശ്രമിക്കുന്ന അനുഭവങ്ങൾ കണ്ണിൻ്റെ മുൻപിൽ ഉണ്ടാകാം. പരിഹാരമില്ല എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളായിരിക്കാം ഇന്ന് രാവിലെ മുൻപിലുള്ളത്. ആയുധവും എടുത്തു നിൽക്കുന്ന ഒരു ഫെലിസ്തീയ ശക്തിയുടെ മുൻപിൽ, ശത്രുവിൻ്റെ മുൻപിൽ ബാലനായ ദാവീദ് നിന്നതുപോലെ ഒന്നും ചെയ്യുവാൻ നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രഭാതത്തിൽ ആയിപ്പോയെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മബലത്തോടെ ഈ പ്രഭാതത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. യോദ്ധാവായ സഹോദരനും രാജാവായ ശൗലും, ആമേൻ, ദാവീദിനെ ഈ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി
അവരാൽ ആവോളം ശ്രമിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവകൃപയാൽ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദാവീദ് പറയുകയാണ്, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ. ദാവീദ് ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, വെല്ലുവിളികളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുകയാണ്. ആമേൻ. അതാണ് എനിക്ക് രാവിലെ പറയുവാനുള്ളത്. ആകാശത്തോളം അല്ലെങ്കിൽ ഉന്നതമായ നിലയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കട്ടിയായ ജീവിത സാഹചര്യത്തിൻ്റെ മുൻപിൽ പ്രതികൂലങ്ങൾ തരണം ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ ഞാനൊരിക്കൽ കൂടെ ആവർത്തിക്കാം, ഇന്നലകളിൽ ദൈവം നിങ്ങളെ നടത്തിയ വഴികളെ ധ്യാനിക്കുവാൻ. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത, പഴയ നിയമത്തിനകത്ത് അബ്രഹാം തുടങ്ങി ഭക്തന്മാർക്ക് വേണ്ടി ചെയ്ത, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത, പുതിയ നിയമത്തിനകത്ത് ക്രിസ്തു യേശുവിലൂടെ, പരിശുദ്ധയാത്മാവിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ നടന്ന വലിയ ദൈവപ്രവൃത്തികളെ നാം അയവിറക്കിയാൽ, ഏറ്റുപറയുവാനായി തുടങ്ങിയാൽ, വിശ്വസിക്കുവാനും വിളിച്ചു പറയുവാനും തുടങ്ങിയാൽ, ഉറപ്പാണ് ദൈവം ചില പ്രതിസന്ധികളെ കാൽക്കീഴയാക്കുവാനായി തുടങ്ങും. അക്ഷരാർത്ഥത്തിൽ പ്രിയരെ, അതാണ് ഈ വാക്യത്തിനകത്ത് നടക്കുന്നത്. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ വലിയ വിടുതലുകളെക്കുറിച്ച് ദാവീദ് വിവരിക്കുകയാണ്. ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച ദൈവം. ആമേൻ. ഏതെങ്കിലും അനുഭവങ്ങൾ ദൈവം രക്ഷിച്ചത് ജീവിതത്തിലുണ്ടോ? ഇന്ന് രാവിലെ പ്രാർത്ഥനയോടെ അത് ധ്യാനിച്ചാൽ, പ്രാർത്ഥനയോടെ അത് ചിന്തിച്ചാൽ, നിശ്ചയമായിട്ടും ഒരു വലിയ ബലം, ഒരു വലിയ ദൈവശക്തി, ഒരു വലിയ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രാപിക്കുവാനായി കഴിയും. ആമേൻ. ഈ കാര്യം, ഇന്നലകളിൽ ദൈവം വിടുവിച്ച കാര്യങ്ങൾ ദാവീദ് ശൗലിനോട് പറഞ്ഞ് ആമേൻ ബലപ്പെടുകയാണ്, ശൗലിനെ ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ദാവീദിന് പറയുവാനുള്ളത്, എനിക്ക് ആരോഗ്യമുണ്ടെന്നും എനിക്ക് യുദ്ധം ചെയ്യുവാൻ അറിയാമെന്നും എൻ്റെ കയ്യിൽ മൂർച്ചയേറിയ ആയുധമുണ്ട് എന്നുമല്ല പറയുവാനുള്ളത്, എനിക്ക് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാനാണുള്ളത്. ഇന്ന് രാവിലെ അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും സഹായിക്കുവാൻ കഴിയുന്ന സഹോദരങ്ങളില്ല എങ്കിലും, ആമേൻ, ആവശ്യത്തിന് പണം കരങ്ങളിലില്ല എങ്കിലും, ഞാൻ ആവർത്തിക്കട്ടെ, രക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട്. പ്രതിസന്ധികളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന്, നിരാശകളിൽ നിന്ന്, വേദനകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ ദൈവിക പ്രവൃത്തികളെക്കുറിച്ച് ദാവീദ് പറയുവാൻ തുടങ്ങുമ്പോൾ, ആമേൻ, ശൗൽ ദാവീദിനോട് പറയുകയാണ്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പ്രഭാതത്തിലും അതത്രേ പറയുവാനുള്ളത്. പ്രതിസന്ധികളെ കണ്ട് തല താഴ്ത്തുന്ന, പ്രശ്നങ്ങളെ കണ്ട് നിരാശയോടെ ഇരിക്കുന്ന, അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന, ആമേൻ, ഹൃദയം ഭാരത്താൽ നിറയുന്ന, കണ്ണുകൾ ആമേൻ നിറയുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഉണ്ടോ? ആമേൻ. തിരുവചനം എഴുതിയിരിക്കുന്നു, ചെല്ലുക, ദൈവം നിന്നോടുകൂടെ, യഹോവ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങളുടെ അവസാനം തിരുവചനം എഴുതിയിരിക്കുന്നത് നമുക്ക് സുപരിചിതമാണ്. ശൗല് ആദരിക്കത്തക്ക നിലയിൽ
ഇസ്രായേൽ കാണത്തക്ക നിലയിൽ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ഗോലിയാത്തിനെ ദാവീദിന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഞാനവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വെല്ലുവിളിക്കുന്ന ശത്രുവിനെ, ഇന്നലകളിൽ സമൂഹം ഭയപ്പെട്ട ശക്തികളെ കീഴ്പ്പെടുത്തേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ദാവീദേ, ആരാധിക്കുന്ന ദാവീദേ, കൂട്ടത്തിൽ നീ ചെറിയവനാണെങ്കിലും പടച്ചട്ടം നിനക്ക് ചേരുന്നില്ല എങ്കിലും വലിയ ആയുധങ്ങളൊന്നുമില്ല, ഒരു കവണ മാത്രമാണ് നിന്റെ കയ്യിലുള്ളതെങ്കിലും ശത്രുവിനോട് യുദ്ധം ചെയ്ത് ശത്രുവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാൻ തക്കവണ്ണം ബലവും അധികാരമുള്ളൊരു ദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് തിരിച്ചറിയാതെ പോകരുത്. ജനം വാഴ്ത്തിപ്പാടത്തക്ക നിലയിൽ ദാവീദിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. ദാവീദിന്റെ ദാവീദിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. പ്രിയരെ, നിശ്ചയമായിട്ടും നിങ്ങളിലൂടെ ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പകലായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും കർത്താവ്. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.